മരങ്ങൾ വീട്ടിലുണ്ടെങ്കിൽ തന്നെ തണലാണല്ലേ. പക്ഷേ ഇപ്പോൾ ഉള്ള വീടുകളിലൊക്കെ മരങ്ങൾ വളരെയധികം കുറവാണ്. പക്ഷെ നിങ്ങളുടെ വീട്ടിൽ ഒരു തേക്കിൻ്റെ മരമെങ്കിലും നിങ്ങൾ പിടിപ്പിക്കുക കേട്ടോ. വളരെ നല്ലതാണ്. നമ്മളെ വീടും പരിസരങ്ങളൊക്കെ ഒന്ന് തണുക്കാനും നമുക്ക് ഔഷധ ഗുണങ്ങളുള്ളതാണ്. വലുതായി കഴിഞ്ഞ് വിറ്റാലും നമുക്കത് പൈസയായിട്ടും കിട്ടും. അപ്പോൾ വളരെ നല്ല ഒരു മരമാണ് തേക്ക്. അപ്പോൾ നിങ്ങൾ ഒരു 2-3 സെൻറ്റ് ആണെങ്കിലും ഒരു തേക്കിൻ്റെ മരമെങ്കിലും പിടിപ്പിക്കുക കേട്ടോ. ഇക്കാലങ്ങളിൽ വളരെ എഫക്റ്റീവാണ്. എന്താണെന്ന് വെച്ചാൽ അത്ര ചൂടാണ് നമ്മൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ. സിമ്പിൾ ടിപ്സ് ഈസി ലൈഫിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നമുക്ക് നമ്മളുടെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം തേക്കിൻ്റെ ഇല, കിളുന്ത ഇലയാണ് എടുത്തേക്കുന്നത്. ഈ തേക്കിൻ്റെ ഇലയിൽ ഏറ്റവും വലിയ പ്രശ്നം ഇതുപോലുള്ള പൂപ്പലുകൾ, പ്രാണികൾ, പുഴുക്കളൊക്കെ വളരെ അധികമായിട്ടാണ് കാണപ്പെടുന്നത്. അതുകൊണ്ട് നമ്മൾ എന്തിനെടുക്കുമ്പോഴും നല്ല രീതിയിൽ തന്നെ നോക്കണം. അതിൽ പൂപ്പലോ പ്രാണികളോ പുഴുക്കളോ ഉണ്ടോ എന്ന് നമ്മൾ ശരിക്കും നോക്കണം കേട്ടോ. നല്ലതുപോലെ കഴുകിയെടുക്കണം. അതിനുശേഷം ഒരു പാത്രത്തിലേക്ക് ഇതുപോലെ ചെറുതായി അരിഞ്ഞെടുക്കാം കേട്ടോ. വളരെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചതച്ചെടുക്കാം. ഇപ്പോൾ ഈ 2 ഇലയാവുമ്പോൾ മിക്സിയിൽ നമുക്ക് അധികം അരിഞ്ഞ് കിട്ടില്ല. അതുകൊണ്ടാണ് ഞാനിപ്പം ഇതുപോലെ അരിഞ്ഞെടുക്കുന്നത് കേട്ടോ. മൂത്ത ഇലയൊന്നും ഒരിക്കലും എടുക്കരുത്. കിളുന്ത ഇല മാത്രമേ ഇതിന് വളരെ എഫക്റ്റീവ് കേട്ടോ. അതിലേക്ക് 3 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ നേരിയ തീയിലിട്ട് ഇതൊന്ന് ഒരു 3 ഗ്ലാസ് ആണെങ്കിൽ 1.5 ഗ്ലാസ് ആകുന്നവരെ വറ്റിച്ചെടുക്കുന്നുണ്ട്. അടുത്തായിട്ട് ഞാനൊരു ചീനച്ചട്ടി, നമ്മൾ ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാണ് ഏറ്റവും ബെറ്റർ കേട്ടോ, അതെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിന് കഴുകി എടുക്കുന്നില്ല. നനഞ്ഞ ഒരു ടർക്കി കൊണ്ട് ഇതുപോലെ തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. എന്തെങ്കിലും അതിൻ്റെ ഒരു പൂപ്പലിൻ്റെ അംശം ഉണ്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് നല്ലതുപോലെ തുടച്ചെടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ കഴുകിയിട്ട് അത് ഉണങ്ങാൻ വെച്ചാലും മതി കേട്ടോ. 2 ചെറിയ ഇലയും പിന്നെ നമ്മളുടെ എന്താണ് പറയുക കുഞ്ഞ് പീസുകളും ഇടുന്നുണ്ട് കേട്ടോ ഇതുപോലെ. അപ്പോൾ നമ്മൾ മൂത്ത ഇല എടുത്താൽ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യത്തിന് ബെനിഫിറ്റ് ഉണ്ടാവില്ല. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കിളുന്ത ഇല എടുക്കുക. ഇതും വേണമെങ്കിൽ നിങ്ങൾ കുറേ ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ ചതച്ചെടുക്കാം. ഇല്ലെങ്കിൽ ഇതുപോലെ ചെറിയ പീസായിട്ട് അരിഞ്ഞെടുക്കുക കേട്ടോ. നമുക്ക് അടുത്തായിട്ട് വേണ്ടത് വെളിച്ചെണ്ണയാണ്. നമ്മൾ ആട്ടിയ സ്ഥലത്തു നിന്ന് വാങ്ങുന്ന വെളിച്ചെണ്ണയാണ് ഏറ്റവും നല്ലത്. പാക്കറ്റൊന്നും ഉപയോഗിക്കാതെ കേട്ടോ. ഇത് ആട്ടിയ സ്ഥലത്തുള്ളതാണ്. അത് ഒരാവശ്യത്തിന് 1 കപ്പ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അത്രയും നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇത് വർഷങ്ങളായാലും കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇതൊന്ന് അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആദ്യം ഫ്ലെയിം കൂട്ടി വെക്കുക. എന്നിട്ട് ഫ്ലെയിം കുറച്ച് വെച്ച് നേരിയ തീയിൽ നമ്മൾ ഇളക്കി കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്കതിട്ടിട്ട് വേറെ എന്ത് പണിക്ക് വേണമെങ്കിലും പോകാം. നമ്മളൊന്ന് ഇടയ്ക്ക് നോക്കുക, കരിഞ്ഞു പോകാതെ നോക്കുക. അത്രയേ ഉള്ളൂ കേട്ടോ. ചതച്ചെടുക്കുമ്പം കുറച്ച് നമ്മൾ വെള്ളമൊക്കെ ചേർത്താണ് ചതക്കുന്നതെങ്കിൽ നമ്മൾ ഇളക്കി നിൽക്കേണ്ട വരും. ഇതുപോലെ ചെയ്താൽ ഇതാക്കണ്ട. അപ്പോൾ നമ്മളിത് ഈ വെള്ളത്തിൻ്റെ കളറൊന്ന് നോക്ക്. നമ്മൾ 1.5 ഗ്ലാസ് വെള്ളമായിട്ടുണ്ട്. അത് നല്ല റെഡ് കളറായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഇല താഴോട്ട് പോകും. ആ ഒരു പരുവമാണ് നമ്മൾ നോക്കേണ്ടത്. ഇങ്ങനെ മൊരിഞ്ഞിട്ട് താഴോട്ട് പോകും. അപ്പോൾ ആ സമയത്ത് ഇത് നമുക്ക് ഓഫ് ചെയ്തെടുക്കാം. എന്നിട്ട് ഞാൻ ഊറ്റി എടുത്തിട്ടുണ്ട്. ഇല മാറ്റി അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഈ ഒരു എണ്ണ എന്തിനൊക്കെ ഉപയോഗിക്കാം എന്ന് ഞാൻ പറഞ്ഞു തരാം. നമ്മളുടെ മുടിയിലുള്ള താരൻ മാറുവാനും അതുപോലെ തന്നെ തലയിലുണ്ടാവുന്ന ചൊറിച്ചിൽ, അസ്വസ്ഥതകൾ, അങ്ങനെയുള്ള എന്ത് പ്രശ്നങ്ങൾ മാറുവാനും വളരെ നല്ലതാണ്. അതുപോലെ തന്നെ നമ്മളുടെ സ്കിന്നിലുണ്ടാകുന്ന കരപ്പൻ, അതുപോലെ എന്താണ് പറയുക സൺ ടാൻ ഉണ്ടാകുന്നത്, ഒരു എന്താ പറയുക സ്കിന്നുണ്ടാകുന്ന ഏതൊരു ഡിസീസിനും നമുക്ക് ഈ ഒരു എണ്ണ വളരെ ഉപയോഗപ്രദമാണ് കേട്ടോ. നമ്മളെന്നും ഈ ഒരു എണ്ണ കാച്ചി വീട്ടിൽ വെക്കുന്നത് വളരെ നല്ലതാണ്. നമുക്ക് സഡൻ എന്തെങ്കിലും ഒരു ഇറിറ്റേഷൻ അല്ലെങ്കിൽ പുഴുക്കൾ കയറുമ്പം ഇച്ചിങ് ഒക്കെ ഉണ്ടാവൂലേ, ആ സമയത്തൊക്കെ നമുക്ക് ഈ ഒരു എണ്ണ തേച്ച് കൊടുത്താലും വളരെ വളരെ എഫക്റ്റീവാണ് കേട്ടോ. നമുക്ക് വളരെ സിമ്പിളായിട്ട് കുറേ സമയമൊന്നും എടുക്കാതെ തന്നെ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു എഫക്റ്റീവായിട്ടുള്ള എണ്ണയാണ് ഇത്. നമ്മളെ കുട്ടികൾക്ക് കരപ്പം വന്നാലും നമ്മൾ ആ ഒരു ഭാഗത്ത് മാത്രം തേച്ച് ചെയ്ത് കൊടുത്താലും വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ഈ ഒരു എണ്ണ ഉണ്ടാക്കി വെക്കുക. പെട്ടെന്ന് നമ്മളുടെ കൈ ഒന്ന് പൊള്ളി എന്ന് വെച്ചാൽ, പെട്ടെന്ന് നമ്മളെ കൈ പൊള്ളിക്കഴിഞ്ഞാൽ ഇതുപോലെ നിങ്ങളെ തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് പൊള്ളച്ച് വരാതെയും
പെട്ടെന്ന് ഉണങ്ങിപ്പോവുകയും പിന്നെ പഴുക്കുമ്പോൾ നമുക്ക് വേദന ഉണ്ടാവില്ലേ, അതൊന്നുമില്ലാതെ അത് ചുങ്ങി നല്ല പോലെ തന്നെ ആ ഒരു പൊള്ളിയ പാട് പോലും ഉണ്ടാവില്ല. അതുപോലെ പൊള്ളിയിട്ടുള്ള ശരീരത്തിലുള്ള പാടുകൾ മാറ്റുവാനും ഈ ഒരെണ്ണം വളരെ നല്ലതാണ്. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന വെള്ളം ഇതുപോലെ നരിച്ചെടുക്കുന്നുണ്ട്. ഇതും വളരെ എഫക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾക്ക് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഈ സമയത്ത് നമുക്ക് ചൂട് സഹിക്കാൻ പറ്റുന്നില്ല അല്ലേ, അതിലേക്ക് ഞാനൊരു 2 കഷ്ണം കർപ്പൂരം നേരിയ ചൂടോടുകൂടി തന്നെ 2 കഷ്ണം കർപ്പൂരവും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ചൂടുവെള്ളം നേരിയത് വേണമെന്ന് പറഞ്ഞത് കർപ്പൂരം ഉരുകി കിട്ടാനാണ് കേട്ടോ, ഇല്ലെങ്കിൽ അത് മേളിൽ ഇങ്ങനെ കിടക്കും. ഇതുപോലെ ഒരു ബോട്ടിലിൽ ഓട്ടയിട്ട് കൊടുത്ത് ഇതുപോലെ നമുക്ക് എത്ര വർഷം വേണമെങ്കിലും ഇത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. നമ്മളുടെ ഗ്ലാസ്, ഡൈനിങ് ടേബിളിലെ ഗ്ലാസ്സൊക്കെ കുറേ കാലം കഴിയുമ്പോൾ ഒന്ന് ഫെയ്ഡായ പോലെ ആകും അല്ലേ. അതിപ്പോൾ ഡൈനിങ് ടേബിളിൻ്റെ എല്ലാം നമ്മൾ മുഖം നോക്കുന്ന കണ്ണാടിയുടെ എന്തിൻ്റെ ആണെങ്കിലും നമുക്ക് ഇങ്ങനെ ഫെയ്ഡായി പോയത് നല്ല പുത്തനാക്കി എടുക്കാനായിട്ട് ഈ ഒരു ലിക്വിഡ് സഹായിക്കും. തേക്കിൻ്റെ ആ ഒരു ഇലയുടെ എഫക്റ്റ് വളരെ വളരെ നല്ലതാണ്. നമ്മളുടെ ഗ്ലാസ്സൊക്കെ നല്ല ഗ്ലോയിങ് ആയിട്ട് കിട്ടാൻ, നല്ല എന്താ പറയുക, വെട്ടിത്തിളങ്ങുന്ന രീതിയിൽ കിട്ടാനായിട്ട് സഹായിക്കും. നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ വർഷങ്ങളായാലും ചീത്താവില്ല കേട്ടോ. എല്ലാവരും മസ്റ്റായിട്ടും ചെയ്ത് നോക്കാം. അടുത്തായിട്ട് നമുക്ക് നിലം തുടക്കാം. നമ്മളിപ്പം ചൂട് സമയത്ത് രാത്രി കിടക്കുന്ന സമയത്ത് ഇതുപോലെ ഈ ഒരു വെള്ളം കൊണ്ട് നിങ്ങൾ വീടൊന്ന് തുടച്ച്, അല്ലെങ്കിൽ നിങ്ങൾ കിടക്കുന്ന സ്ഥലം തുടച്ച് കഴിഞ്ഞാൽ വളരെ നല്ലതാണ് കേട്ടോ. ആ ഒരു റൂമിലുള്ള ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. വളരെ നമുക്കറിയാം പച്ചില വളരെ പല കാര്യങ്ങൾക്കും നമുക്ക് എഫക്റ്റീവായിട്ട്, അതുപോലെ തന്നെ തേക്കിൻ്റെ ഇലയും വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു ഇലയാണ്. നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. കിടക്കുന്ന സമയം ഒരു അരമണിക്കൂർ മുമ്പ് നിങ്ങൾ ഇതുപോലെ ഒന്ന് തുടച്ചതിന് ശേഷം ഇനി ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അതുപോലെ തന്നെ കർപ്പൂരം ഉള്ളത് കൊണ്ട് തന്നെ കൊതുകിൻ്റെ ശല്യം, പ്രാണിയുടെ ശല്യം ഇവയൊന്നും ഉണ്ടാവില്ല. അതുപോലെ നല്ലൊരു പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് കിട്ടുന്നതാണ് കേട്ടോ. നമ്മൾ ഏറ്റവും കൂടുതൽ കിടക്കുന്ന സമയത്ത് നമുക്ക് എപ്പോഴും വേണ്ടതാണ് പോസിറ്റിവിറ്റി. അത് നല്ല രീതിയിൽ തന്നെ കിട്ടുന്നതാണ്. നമ്മളൊന്ന് ഓടിച്ച് തുടച്ചാൽ മതി. നമ്മൾ പകൽ സമയം നല്ലപോലെ തുടച്ചതല്ലേ. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ഇതുപോലെ നല്ല കട്ടിയുള്ള ഒരു പുതപ്പ് അല്ലെങ്കിൽ ബെഡ്ഷീറ്റോ എന്താണ് നിങ്ങളുടെ കയ്യിലുള്ളത് അതെടുക്കാം. എന്നിട്ട് ഒരു ബക്കറ്റിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഈ ഒരു മിശ്രിതം ഇതുപോലെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിപ്പം നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അത്രയും നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ ഒരു സ്മെല്ല് വളരെ നല്ലതാണ് കേട്ടോ. അതുമല്ല ആ ഇലയുടെ എഫക്റ്റും വളരെ നല്ല, നമ്മളുടെ എല്ലാ കാര്യങ്ങൾക്കും ഈ ഒരു ഇല വളരെ എഫക്റ്റീവാണ്. അതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ട്രേ ഞാൻ കഴിഞ്ഞ ദിവസം മൺഡേ ഞാനൊരു വീഡിയോ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. ഈ ഒരു ട്രേ പൊട്ടിയതാണ്, പക്ഷെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈനോ കൊണ്ട് ഒട്ടിച്ചെടുക്കാൻ പറ്റും. ഞാനിതിൽ പിന്നെ നമ്മൾ ഐസ് നമുക്ക് വെക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒരു തരി ലീക്കില്ല. ആ വീഡിയോ കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പോയി കാണാം. വളരെ ഉപയോഗപ്രദമായ നല്ലൊരു വീഡിയോ ആണ്. പ്ലാസ്റ്റിക് എന്ത് പാത്രങ്ങളും ബക്കറ്റാണെങ്കിലും പൊട്ടിയതൊക്കെ നമുക്ക് ഈനോ കൊണ്ട് ഒട്ടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും പോയി കാണുക. അപ്പം നമ്മൾ ഏത് റൂമിലാണോ കിടക്കുന്നത് ആ റൂമിൻ്റെ പുറത്ത്, അകത്തല്ല കേട്ടോ, പുറത്ത് ഇതുപോലെ ഒരു കയറ് കൊണ്ട് കെട്ടിക്കൊടുക്കുക, അഴ പോലെ കെട്ടിക്കൊടുക്കുക. നിങ്ങൾക്ക് അത്രയും പൊക്കത്തിൽ വേണ്ടെങ്കിൽ താഴെയാണെങ്കിലും കെട്ടിക്കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ ഒരു പുതപ്പ് ഇതുപോലെ മുക്കി ആ ഒരു വെള്ളം ഫുള്ള് നമ്മൾ ഐസ് ക്യൂബ്സൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ, ഒരു 2-3 മിനിറ്റ് ആ ബക്കറ്റിൽ വെച്ച് കൊടുക്കാം. ഇത് കൊണ്ടുള്ള എഫക്റ്റ് നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളിതിങ്ങനെ ചെയ്ത് നോക്കുക. ആ ഒരു നമ്മളുടെ കർപ്പൂരവും അതുപോലെ തന്നെ തേക്കിൻ്റെ ഞാൻ പറഞ്ഞു നമ്മളുടെ അന്തരീക്ഷത്തിൽ ഊഷ്മാവിനെ ക്രമീകരിക്കാനുള്ള ഒരു കഴിവ് ഇലക്കുണ്ട്. അതാണ് നമ്മളിവിടെ ചേർത്തേക്കുന്നത്. അപ്പം നമുക്ക് ആ ഒരു ചൂട് ക്രമീകരിച്ച്, അതുപോലെ തന്നെ നമ്മൾ കർപ്പൂരം ഇട്ടേക്കുന്നത് കൊണ്ട് തന്നെ കൊതുകിൻ്റെ ശല്യമോ നമുക്ക് ജലദോഷമോ നമുക്ക് പ്രതിരോധ ശേഷി കിട്ടുവാനും ഒക്കെ ഈ കർപ്പൂരം നല്ലതാണ് കേട്ടോ. കർപ്പൂരം വളരെ എഫക്റ്റീവാണ് നമ്മളുടെ ഹെൽത്തിന്. ഈ വളരെയധികം പോസിറ്റിവിറ്റി നൽകാനുള്ള കഴിവും ഈ കർപ്പൂരത്തിനുണ്ട് കേട്ടോ. അപ്പം ഈ നമ്മൾ
ഇങ്ങനെ താഴ്ത്തി ഇടാനായിട്ട് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ നല്ലതുപോലെ പൊക്കി നമ്മൾ ജനാലയുടെ സൈഡിലേക്ക് ആക്കിയതിന് ശേഷം കിടന്നുറങ്ങുകയാണെങ്കിൽ നല്ല ഉറക്കം കിട്ടുവാനും അതുപോലെ തന്നെ നല്ല തണുപ്പാകാനും സഹായിക്കും. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഇടുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോയുമായി വരാം.